നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഭാവന ഒരു അസാധ്യ ജന്മം തന്നെയാ. പക്ഷെ അത് മനസ്സിലാക്കാൻ ഞങ്ങളെല്ലാം അല്പം വൈകിയെന്ന് മാത്രം. അങ്ങനെ ഒരു തിരിച്ചറിവ് നല്ലതാ ജയനിർമ്മലെ. നിന്നെ ഇത്രത്തോളം മാറ്റിയതിന് ഞാൻ അവളെ സമ്മതിച്ചിരിക്കുന്നു. നിനക്കിപ്പോഴും ഭാവനയോട് ദേഷ്യം തന്നെയാണല്ലേ? അതൊന്നും സംസാരിക്കേണ്ട സമയവും സ്ഥലവും അല്ലല്ലോ ജയനിർമ്മല. ഇത് ഞാൻ വന്നത് ഭാമയ്ക്കൊപ്പം ഒരു കൂട്ടിനാ. അവളെ ഒറ്റയ്ക്ക് വിടണ്ടെന്ന് കരുതി, അല്ലാതെ എനിക്കൊരു ഉദ്ദേശമില്ല. എന്നാ നല്ലത്. നിന്റെ ഭാവവും ഭാവനയെ നോക്കുന്നതും കണ്ടപ്പോ ഇനി പഴയ വല്ല കണക്കും തീർക്കാനാണോ എന്നൊരു സംശയം തോന്നി. അതുകൊണ്ടാ നിന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. എല്ലാ കണക്കുകളും എല്ലാവർക്കും തീർക്കാൻ പറ്റില്ലല്ലോ ജയ്. നിനക്കും കുറേ കണക്കുകൾ തീർക്കാൻ പറ്റാതെ വെട്ടിക്കളയേണ്ടി വന്നില്ലേ? നോക്ക്, ഒരു സമയത്ത് നമ്മൾ രണ്ടുപേരും ഭാവനയുടെ നാശം കാണാൻ വേണ്ടി മാത്രം കാത്തിരുന്നവരാ. നീ മാത്രം ഇപ്പൊ പരിശുദ്ധയായി എന്ന് കരുതി എനിക്കിപ്പോ ആരോടും പ്രതികാര ചിന്തയൊന്നും ഇല്ല കേട്ടോ. നോക്കട്ടെ പരിശുദ്ധയാവാൻ പറ്റുമെന്ന്. പറ്റിയാലാവാം. ചില നോവുകള് മരണം വരെ നമ്മളോടൊപ്പം കാണും ചെയ്യേ. അതാ മനുഷ്യൻ. അങ്ങനെയുള്ളവരെയൊന്നും ദൈവത്തിന് പോലും തിരുത്താൻ പറ്റില്ല അമ്പാലികെ. അവരെന്നും ഓരോന്ന് ചെയ്തോണ്ടിരിക്കും. അതാണ് കറക്റ്റ്. ദൈവങ്ങളാണല്ലോ വിജയവും പരാജയവും തീരുമാനിക്കുന്നത്. എന്തായാലും നമ്മൾ മാത്രം മാറി നിന്ന് സംസാരിക്കുന്നത് ശരിയല്ല. ജയവാ, നമ്മളെ അവിടെ തിരക്കുന്നുണ്ടാവും. വാ. അമ്മേ, ഇതമ്മേ അമ്മയ്ക്കുള്ള ഓണക്കോടി. അമ്മ പോയി എടുത്തിട്ട് വാ. ഇന്നത്തെ ദിവസത്തെ ഇതെന്റെ രണ്ടാമത്തെ ഓണക്കോടിയാ. ആദ്യം ഭാവന എല്ലാവർക്കും ഓണക്കോടി കൊടുത്തു. ദേ, രണ്ടും ഞാൻ കൊടുത്തോളാം. നോക്കട്ടെ. ഹായ്, നല്ല കളറാണല്ലോ. മായച്ചി കൊള്ളാല്ലേ? ഇങ്ങ് വാ. ഇതാ, ഇത് നിങ്ങൾക്ക് മൂന്നാൾക്കും കൂടി ഉള്ളതാ. ഭാനു, ഇങ്ങ് വന്നേ. ചെല്ലേ. ഇത് നിനക്കുള്ളതാ. താങ്ക്സ് ചേച്ചി. സോറി വല്യമ്മേ. വല്യമ്മയും വല്യച്ഛനും ഇവിടെയുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അതൊന്നും സാരമില്ല മോളെ. ഞങ്ങൾ ഇവിടെ വന്നാലും വന്നില്ലെങ്കിലും ഭാവനയുടെ കണക്കായിട്ടുള്ള ഓണക്കോടി ഞങ്ങൾക്ക് ഭാവന മോള് തന്നു. അതിലൊന്നും ഒരു കാര്യമില്ല ഭാമേ. നീ ഇത്രയൊക്കെ ചെയ്തില്ലേ, ഒരുപാട് സന്തോഷം. ഇത് ചേച്ചിക്കും സൂര്യേട്ടനുള്ള ഡ്രസ്സാ. താങ്ക് യു മോളെ. ഭാമേ, നിനക്ക് ഭാവനയെ കാണാൻ പോകാൻ പറ്റിയില്ലല്ലോ. നീ കൊണ്ടുവന്ന ഹൽവ ഭാവനയ്ക്ക് കൊടുക്ക്. ഭാവനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹൽവയാ ഭാമ വാങ്ങിയത്. ഭാമേ, കൊടുക്കാൻ വരട്ടെ. പുറത്തുനിന്നുള്ള ആഹാരം ഭാവനയ്ക്ക് കൊടുക്കുമ്പോ ഞങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കൊടുത്താ മതി. ഒന്നാമതേ ഫുഡ് പോയ്സന്റെ കാല. എന്നാ പിന്നെ ഞാനും കൂടി കഴിച്ചു നോക്കിയിട്ട് കൊടുത്താൽ മതി.
ഭാമേ ഇനി കൊടുക്ക്, ഭാവന കഴിക്കട്ടെ. ഭാവന മോളെ മോളെ ഭാവന ഒന്നുമില്ല. ശ്ശേ. എന്തു പറ്റി മോളെ? ഒന്നുമില്ല. ആ ഹൽവ എന്റെ അടുത്തോട്ട് കൊണ്ടുവന്നപ്പോ സ്മെല്ലടിച്ചിട്ട് എനിക്ക് എന്തോ പോലെ അമ്മ. ഹലുവ നിനക്ക് ഇഷ്ടമാണല്ലോ. അതെ, ഗർഭകാലത്ത് ഇതൊക്കെ പതിവാ. അതെ. എത്ര ഇഷ്ടമുള്ള ആഹാരമായാലും ഈ സമയത്ത് പിടിച്ചൊന്നും വരില്ല. വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ മോക്ക്? ഇല്ല. വാ, മനം മറന്നതായിരിക്കും. ചോദിച്ചല്ലോ, ഇനിയും അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കാണോ? ഹലോ ചുടലഭദ്രൻ. ഞാൻ അമ്പാലിക. ആ മനസ്സിലായി മനസ്സിലായി. എന്തായി, ഗർഭം കലങ്ങിയോ? ഇവിടെ മൊത്തം കലങ്ങിയതല്ലാതെ ഒന്നും സംഭവിച്ചില്ല. അതെന്തു പറ്റി? അങ്ങനെ സംഭവിക്കാൻ വഴിയില്ലല്ലോ. അല്ലെങ്കിലേ ആ കുട്ടി ഗർഭിണി ആയിരിക്കില്ല. അവള് ഗർഭിണിയൊക്കെ തന്നെയാ. പക്ഷേ ഹൽവ വായിലോട്ട് വച്ചതും അവള് ഛർദിച്ചു. അതെന്തു പറ്റി? നിങ്ങളല്ലേ പറഞ്ഞത് ആ കുട്ടിക്ക് ഹലുവ വലിയ ഇഷ്ടമാണെന്ന്? അതെ, പക്ഷേ ഈ സമയത്ത് ഭാവന ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഹൽവയാണെന്ന് ഞാൻ അങ്ങനെ അറിയാനാ. അപ്പൊ അവള് ഗർഭിണിയാണെന്ന് ഉറപ്പാണല്ലേ? ഇനി എന്ത് ചെയ്യാനാ? നല്ലൊരു ചാൻസാ പോയത്. അതിന് വിഷമിക്കണ്ട മാഡം. ഒരു ചാൻസ് പോയാൽ നമുക്ക് മറ്റൊരു ചാൻസ് ഒപ്പിക്കാം. ഇനി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മറ്റേ കുറ്റിയാടി പരിപാടി ഒന്ന് നോക്കിയാലോ? അത് സക്സസാ. ഇന്ന് നടക്കൂ? എന്നാ ഞാൻ അങ്ങോട്ട് വരാം. ധൃതി വേണ്ട. ഒരു കാര്യം ചെയ്യും, കുറ്റിയടി പരിപാടി വേണ്ട. നമുക്കേ ഞാനൊരു ഏൽസ് ശരിയാക്കി തരാം. അത് ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി. മാഡം വന്നോളൂ. പിന്നെ കാശ്? കാശൊന്നും എനിക്കൊരു പ്രശ്നമല്ല. എന്തായാലും സംഗതി നടക്കണം. മാഡം ധൈര്യമായിട്ട് വരൂ, ബാക്കിയെല്ലാം ഞാൻ ഏറ്റു. ശരി, ഞാൻ വന്നോളാം. ഒന്നല്ലെങ്കിൽ പിന്നെ വേറൊന്ന്, അല്ലാതെ ഞാൻ കൊണ്ടുവന്ന സാരി എന്താ അമ്മ ഉടുക്കാത്ത? എന്തു അടി, ആദ്യം ഭാവന കൊണ്ടുവന്നുണ്ടേ ഞാൻ ഉടുക്കാൻ. എല്ലാ വർഷവും അങ്ങനെയല്ലേ ഞാൻ ചെയ്യാറുള്ളത്. ഇപ്രാവശ്യം അതൊന്ന് മാറ്റി പിടിക്കമ്മേ. ഞാൻ ആദ്യമായിട്ട് മേടിച്ചെന്നല്ലേ. നീ ഒന്ന് സമാധാനപ്പെട്, ഞാൻ ഉടുത്തോളാം. ദേ, സദ്യയൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ. എന്താ അമ്മേ? ദേ, ഞാനിപ്പോ ഇവള് കൊണ്ടുവന്ന സാരി ഉടുക്കണോന്ന്. അതാണോ വലിയ കാര്യം? അമ്മ ഉടുത്തോളും. അതിലും വലിയ കാര്യങ്ങളാ നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത്. നോക്ക്,
ഭരത്തുമായിട്ടുള്ള പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കണം. നിന്നെപ്പോലെ അവനും ആ വീട്ടിലെ സന്തോഷത്തോടെ കഴിയണം. അത് നമ്മളല്ല, അവൻ വേണം തീരുമാനിക്കാൻ. പിന്നെ എന്താ ഇവിടെ ഭരത്തിന്റെ കാര്യം പറയായിരുന്നു ഏട്ടാ.